എനക്കറിയാം, എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ ആർക്കും കാണുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് കഴിഞ്ഞ് ഇനി അടുത്ത ഇത് കഴിഞ്ഞ് ഇനി അടുത്തവും വരുമായിരിക്കും. എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ റിസ്ക് എടുക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കുറേ ഗ്യാമ്പിളെല്ലാം ചെയ്ത് നടന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരം എനിക്ക് പറ്റുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഈ ഗ്യാമ്പിളെല്ലാം ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് റിസ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കേണ്ട ഇതില്ല. അങ്ങനെയൊന്നും എനിക്ക് ഈ മൈൻഡ് കിട്ടിയത്. 1 ലക്ഷം 1 ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ആലോചിച്ച് നോക്ക്. ഞാൻ 8 മണിക്കൂർ സ്ട്രീം ചെയ്ത ദിവസം ഉണ്ട് ഓരോ ദിവസം. എന്നിട്ട് അപ്പൊ ഒരു മാസം എത്രയായി അങ്ങനെ എനിക്ക് മനസ്സിലാവും. അതായത് ഒരു ദിവസം സ്ട്രീം ചെയ്ത 1 ലക്ഷം റുപ്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും. പിന്നെ സൂപ്പർ ചാറ്റ്, ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറെ പൈസ ആടെ വരും. പിന്നെ പ്രൊമോഷൻസ് അത് ഇത് അങ്ങനെ പറയും, ഇനോഗ്രേഷൻസ് അത് ഇതായിട്ട് അങ്ങനെ പറയും. അങ്ങനെ വരുന്ന ഞാൻ എന്തിനാടാ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത്? ഹലോ ചങ്ങായിമാരെ, കുറച്ച് ദിവസങ്ങളായിട്ട് തൊപ്പിയുടെ ചില ലൈവുകൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിലെ ചില ക്ലിപ്പുകൾ നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനൊരു ലൈവ് കാണാനിടയായി. അതിൽ തൊപ്പി പറയുന്നത് ഇതെൻ്റെ ലൈവ് അല്ല, ഒരു അവയർനെസ് വീഡിയോ ആണെന്നാണ്. അതിൽ പറയുന്നത് ക്രിപ്റ്റോയിൽ തൊപ്പി പൈസ ലക്ഷങ്ങൾ ഇടുകയും തുടർന്ന് കോടികൾ നഷ്ടമായ രീതിയിലാണ് പല വീഡിയോകളും ഈ വിഷയത്തിൽ ചെയ്തത് ഞാൻ കാണാനിടയായി. എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായി. ആ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ തൊപ്പിയുടെ ഈ പണം പോയ കാര്യത്തിലും തൊപ്പി ചെയ്ത ലൈവിൻ്റെ വിഷയത്തിലൊക്കെ പലരും ചെയ്തിരിക്കുന്ന വീഡിയോസ് പോയി ഒന്ന് നോക്കി. നമ്മൾ ഏത് വിഷയം സംസാരിക്കുമ്പോൾ കുറച്ച് റെഫറൻസ് ഉള്ള നല്ലതാണല്ലോ എന്ന കാരണത്താലാണ് ഞാൻ പോയി നോക്കിയത്. അത് നോക്കിയപ്പോൾ എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ സംശയങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോ ചെയ്തവർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തൊപ്പിയോട്ട് അടുത്ത് നിൽക്കുന്നവർ, കൃത്യമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർ, നല്ല രീതിയിൽ പരിചയമുള്ളവരൊക്കെയാണ് തൊപ്പിക്കെതിരെ ആ സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംശയങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാമെന്ന് ഞാൻ കരുതി. ഞാനിതിൽ പറയുന്നത് വെച്ചാൽ തൊപ്പി ആദ്യം ചെയ്തേക്കുന്ന വീഡിയോ മുതൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോ വരെ എടുത്തിട്ട് അതിലെ ചില ക്ലിപ്പുകൾ മാത്രം ആഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സംശയങ്ങൾ ഇതിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വല്ല സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ആദ്യം തന്നെ തൊപ്പിയോട് തൻ്റെ സ്ട്രീമിങ്ങിൽ അല്ലെങ്കിൽ ചാറ്റിങ്ങിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. തൊപ്പിക്ക് കിട്ടുന്ന പണത്തിനെ കുറിച്ച്, ഈ പണം പല രീതിയിൽ ലീഗലല്ലാത്ത രീതിയിലാണ് തൊപ്പിക്ക് കിട്ടുന്നതെന്നും ചില ലഹരി മരുന്നിൻ്റെ ഇടപാടുകൾ കൊണ്ടൊക്കെയാണ് തൊപ്പിക്ക് ഇത്രയും പണം കിട്ടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിന് തൊപ്പി കൊടുത്ത ഒരു മറുപടി ഉണ്ട്. അതാണ് ആദ്യം തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ലൈവിൽ തൊപ്പിയുടെ ഏണിങ്സ് അല്ലെങ്കിൽ വരുമാനം തൊപ്പി കാണിക്കുന്നുണ്ട്. ആ വരുമാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മാസങ്ങളോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയൊരു എമൗണ്ടാണ് ഒരു ദിവസം തൊപ്പി ഉണ്ടാക്കുന്നത്. അപ്പൊ ആ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും തൊപ്പി ആ ചെയ്ത ലൈവിൽ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കാണാം. എനിക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ മയക്കുമരുന്ന് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് സ്ട്രീമർ. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രീമേഴ്സിന് എത്ര വരുമാനം നിങ്ങൾക്ക് അറിയില്ലല്ലേ? അതാകുമ്പോ അത് നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് എനിക്ക് ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ലോക്കോ റൂട്ടർ ഞാൻ എത്ര കാലം സ്ട്രീം ചെയ്ത് ലോക്കോ റൂട്ടർ കിക്കിന്റെ പേയ്മെന്റ് ഇത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഇത് ഞാൻ കാണിക്കാൻ പറ്റൂല, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. ബാങ്ക് മാനേജർ കാണിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ എല്ലാം കാണിക്കാൻ വന്നില്ല. ഇതും കാണിക്കാൻ പറ്റൂല. ഇതാരും ഒരു സ്ട്രീമർ ഇത് കാണിക്കൂല, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതെന്റെ കിക്കിന്റെ കോൺട്രാക്ട്. ഓക്കെ, ഒരു സ്ട്രീമർ ഒരു മാസം എത്ര ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചു നോക്ക്. നിങ്ങൾ തന്നെ കണക്കൂട്ട്. ഇതെന്റെ ഒറിജിനൽ കിക്ക് സ്ട്രീമർ അഗ്രിമെന്റ്, അതായത് കോൺട്രാക്ട്, കിക്കിന്റെ കോൺട്രാക്ട് ആണ്. അല്ല, മുഹമ്മദ് നിഹാ എന്റെ പേരാണ്. ഇത് ഞാൻ സൈൻ ചെയ്ത എന്റെ കിക്കിന്റെ കോൺട്രാക്ടാ. മനസ്സിലായതാ? എന്റെ ഒപ്പിടാ. ഇത് ഒറിജിനൽ കോൺട്രാക്ട് ആണ്. നിങ്ങൾ ആലോചിച്ചോളാം, ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു സ്ട്രീമർ എത്ര ഉണ്ടാക്കും നിങ്ങൾ ആലോചിക്കണം. ഇൻ എക്സ്ചേഞ്ച് ഫോർ എ സർവീസ് പ്രൊവൈഡഡ് ഹിയറിംഗ് കിക്ക് ഷാൾ പേ ആൻ അവർലി ഫീ ഓഫ് $250. അത് ഇതൊന്നും ഞാൻ കാണിക്കാൻ പറ്റില്ല. ആസ് എ സ്ട്രീമർ ഞാൻ ഇത് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇല്ലീഗൽ മണിയാ. ആരും ഇല്ലീഗൽ മണി എന്നെല്ലാം പറയുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത്. ഒരു സ്ട്രീമറിന് ഒരിക്കലും ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇല്ലീഗലായിട്ട് ഇറ്റ്സ് യുവർ ഡ്രഗ് ബിസിനസ് എന്നാണ്.
അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. അത് മുഴുവനൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, കാരണം ഫുൾ തെറിയും കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തർ ചോദിക്കുന്ന കമന്റുകൾക്കൊക്കെ അറിയാലോ തൊപ്പിയുടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ എങ്ങനെയാണ്. എത്ര നന്നാവാൻ ശ്രമിച്ചാലും അതിൽ വരുന്ന ചോദ്യങ്ങൾക്ക് തൊപ്പി കൊടുക്കുന്ന ആ രീതിയിലുള്ള മറുപടിയാണ്. ഇതിൽ തൊപ്പി കാണിക്കുന്നുണ്ട്. തൊപ്പിക്ക് ഒരു ദിവസത്തെ വരുമാനം തന്നെ ലക്ഷങ്ങളോളം വരുന്നുണ്ട്. ചില ദിവസങ്ങൾ അതിലും മേലെ വരും എന്നാണ് പറയുന്നത്. കാരണം 5 മണിക്കൂർ സ്ട്രീം ചെയ്യുമ്പോൾ തന്നെ 1 ലക്ഷത്തോളം വരുന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ 8 മണിക്കൂർ 9 മണിക്കൂർ വരെ തൊപ്പി ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മാസം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ വന്നാലും തൊപ്പിയെ പോലെ 10, 24, 25 വയസ്സെന്തോ ഉള്ളൂ എന്നാണ് തൊപ്പിക്ക്. ആ ഒരു പ്രായമുള്ള ഒരു വ്യക്തിക്ക് 50 ലക്ഷത്തിൽ മേലെ ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി ഈ പറയുന്ന +2 വരെ എന്തോ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെ എന്തോ പഠിച്ചിട്ടുള്ളൂ എന്നാണ് തൊപ്പി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ പ്രായത്തിലുള്ള ഒരാൾ മാസം ഇത്രയും ഉണ്ടാക്കുമ്പോൾ, ഇത്രത്തോളം പഠിച്ച് ഇത്രത്തോളം വർഷം കഷ്ടപ്പെട്ട് ഇത്രത്തോളം അധ്വാനിച്ചിട്ട് ഒരാൾക്ക് ഒരു മാസം ഇത്രയും ശമ്പളത്തിൽ പണിയെടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറെ ചോദ്യങ്ങൾ. എന്തിനാ ഇത്രയും പഠിച്ചിട്ട് എന്തിനാ ഇങ്ങനെ പഠിക്കണം എന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് ട്രോളുകളൊക്കെ കാണാൻ ഇടയുണ്ടായിരുന്നു. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, തൊപ്പിയെ പോലെ നിരവധി ഗെയിമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവർക്കൊക്കെ തൊപ്പി ഉണ്ടാക്കുന്ന ഇത്ര എമൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ഒന്ന്, തൊപ്പിനെല്ലാവരും മണ്ടൻ പൊട്ടേന്നൊക്കെ വിളിച്ചാൽ പോലും ആ ചങ്ങായിക്ക് നല്ല ബുദ്ധിയുണ്ട്. പണം എങ്ങനെ ഉണ്ടാക്കണം, ഏത് രീതിയിൽ ഉണ്ടാക്കണം എന്നൊക്കെ നല്ല അറിവുള്ളത് കൊണ്ടും അതിനനുസരിച്ച് ഒരു സ്കില്ലുള്ളത് കൊണ്ടുമാണ് തൊപ്പി ഇത്ര എമൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അവൻ ഈ പറയുന്ന പോലെ ഇത്രയും എമൗണ്ട് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അവനക്ക് അത്ര ഉണ്ട്, ഒരു പഠിപ്പ് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തന്നെ ഒരു ദിവസം ഇത്ര ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അസൂയ കാണുകയോ അല്ലെങ്കിൽ അത് ട്രോളുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മനസ്സിലാക്കാം ഇവനെ പോലെ സ്ട്രീം ചെയ്യുന്നവരും അത് ഇതൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇത്ര എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതേപോലെ സ്ട്രീം ചെയ്യുന്ന എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ ചിന്തിക്കണം. എല്ലാവരെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിൽ അവന്റെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കഴിവ് അവനക്കുണ്ട്. അപ്പൊ ഈ വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിച്ച് കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ലൈവ് ഈ തൊപ്പി ചെയ്യുന്നുണ്ടായിരുന്നു. ആ തൊപ്പി ചെയ്ത ലൈവിൽ തൊപ്പി പറയുന്നത് തന്റെ വരുമാനങ്ങളൊക്കെ താൻ ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഇടുകയാണ്. അതൊക്കെ ഈ ഗ്ലാമിങ് പോലത്തെ ഒരു പരിപാടിയാണ്. ഗ്ലാമിങ് അങ്ങനെ എന്താണ് പറയുന്നത്, എന്നെ നാക്കി വരുന്നില്ലത്. അത് കുറെ കോയിൻസുകൾ മേടിച്ചു വെക്കാനാണ്. ചിലത് പറയുന്നത് കേട്ടല്ലോ, പല കമ്പനികളുടെ ഷെയർ മേടിച്ചു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. അത് കുറഞ്ഞിരിക്കുന്ന സമയത്ത് രാത്രി പകലൊക്കെ കാത്തിരുന്നിട്ടൊക്കെ സമയം വേണം. ഇതിനൊക്കെ സമയമാണ് ഫസ്റ്റ് വേണ്ട കാര്യം. പണത്തിനേക്കാൾ ഉപരി സമയം വേണം. അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് കോയിൻസുകൾ തൊപ്പി മേടിച്ചു വെച്ചു. ഇതിനു മുമ്പ് തൊപ്പിയുടെ ലൈവ് കണ്ടിരുന്നു. അത് ഈ തൊപ്പി പറയണ്ടായിരുന്നു ഇന്നലത്തെ കോയിൻസിനെ കുറിച്ച്. എന്തോ 52 ലക്ഷം രൂപക്ക് ഒരു കോയിന് വരുന്നു പറയണ്ടായിരുന്നു. അന്ന് തൊപ്പി ഒരു വിഡിയെ പോലെ പറയണ്ടായിരുന്നു, ഈ 52 ലക്ഷം രൂപയുടെ കോയിനൊക്കെ മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് വല്ല ബസ്സിലൊക്കെ കയറി പോയിക്കാൻ 52 ലക്ഷം പോയില്ലെന്നൊക്കെ. അപ്പോൾ ഒരു കോയിൻ തന്നെ എങ്ങനെ വന്നാലും ഒരു 52 ലക്ഷം സംതിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോയിൻസുകൾ തൊപ്പി മേടിച്ചു, അല്ലെങ്കിൽ തൊപ്പി അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് തൊപ്പി ലൈവിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയുന്ന തൊപ്പി എന്ന് വെച്ചാൽ ഞാൻ കോടീശ്വരനാകുമ്പോൾ മില്യണർ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് തൊപ്പി ഒരു വീഡിയോ ചെയ്ത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം. പറയില്ല, ബിറ്റ്കോയിൻ അല്ല വേറൊരു കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡിംഗിൽ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പം അല്ല, കുറച്ച് സമയം കഴിഞ്ഞാ. പക്ഷേ ഞാനൊരു കോയിൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വലിയ റിസ്ക് തന്നെ എടുത്തു. കാരണം ആ കോയിൻ മുകളിലേക്ക് പോകുന്ന അത്രയും ഉറപ്പനക്ക് കിട്ടി. ഞാൻ മൊത്തം എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഉള്ളതെല്ലാം ഞാൻ കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുത്തേ കുറച്ച് ദിവസം ഡോജ് കോയിൻ എന്നല്ല, ഇല്ല ഡോജ് കോയിൻ ആവാൻ അല്ലാതിരിക്കാം. ഞാൻ പറയില്ല ഏത് കോയിനാ ഞാൻ പറയില്ല. അപ്പൊ ക്രിപ്റ്റോ എന്ന് പറയുന്നതിൽ തൊപ്പി കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മൾട്ടി മില്യണർ ആവാനുള്ള പ്ലാനാണ് തൊപ്പിക്കുണ്ടായിരുന്നത്. എന്നാൽ അതിൽ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പിയുടെ ആ വീഡിയോ ഇതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ചായി, അതേപോലെ തന്നെ വൈറലൊക്കെ ആവുകയും ചെയ്തു. ആ സമയത്ത് ക്രിപ്റ്റോ മെച്ചൻ എന്ന് പറഞ്ഞ ചങ്ങാതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊപ്പി ഇതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതിലാണെന്നറിയോ, അത് തൊപ്പിയെ പറ്റിക്കാൻ ഇടയുണ്ടെന്നും ആ കാശ് പോവാൻ ഇടയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ക്രിപ്റ്റോ മെച്ചൻ ഒരു റീൽ ഇടുകയുണ്ടായിരുന്നു ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. സേവിങ്സ് ഞാൻ ഒരു കോയിലിട്ടിട്ടുണ്ട് മോനെ. 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണർ ആകാൻ പോയത്. എനിക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള റീലാണിത്. ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സോ ഒന്നെങ്കിൽ തൊപ്പിയെ ഏതെങ്കിലും റെക്രൂട്ട് ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും കോയിൻ തൊപ്പിയെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിപ്റ്റോയിൽ there is no shortcut. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോയെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ബൂം ആവാൻ പോകുന്ന 5 കോയിനുകളെ പറ്റി അറിയണമെങ്കിൽ, യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കോയിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ബയോയിലുള്ള ക്രിപ്റ്റോ മെച്ചൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ പറയുന്നുണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. എന്നാൽ അതിനെയും തൊപ്പിടുത്തിട്ട് ട്രോളുകയുണ്ടായിരുന്നു. മനസ്സിലായ ഓണത്തിന്റെ ഇടയിൽ ബുട്ട് കച്ചവടം അത് ഇതെന്നൊക്കെയാണ് തൊപ്പി പറയുന്നത്. ഒന്ന്, അവൻ ഇതേപോലെ വിഷയങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരാൾക്കും ഒരാളും ഫ്രീ ആയിട്ട് കൊടുക്കൂല. തൊപ്പിക്ക് എന്തോ ഒരു പണി കിട്ടി എന്നാണ് തൊപ്പി ഇപ്പോൾ പറയുന്നത്. തൊപ്പി പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന ക്രിപ്റ്റോയിൽ കാശ് മൾട്ടി മില്യണർ ആവാൻ പോകുന്ന തൊപ്പി കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പോയി എന്നാണ് തൊപ്പി പറയുന്നത്.
ഓക്കെ. തൊപ്പി പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ തൊപ്പി കഴിഞ്ഞ വീഡിയോ ലൈവ് ചെയ്തേക്കണ ലൈവ് പറയുന്നത് വെച്ചാൽ ഇത് ഒരു ലൈവ് അല്ല, പകരം ഇത് അവയറൻസ് ആണ്. ഇങ്ങനെ ഇനി ആർക്കും ഉണ്ടാവരുത്, എൻ്റെ ഇത്രയും കാശ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി ലൈവ് ചെയ്തത്. ഇതും കൂടി കണ്ടതിന് ശേഷം നമ്മുടെ സംശയങ്ങൾ നമുക്ക് ഇതിൽ പറയാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളും പറയാൻ മറക്കരുത്. ഇന്ന് ലൈവില്ല, ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഇതൊരു അവയർനെസ് ലൈവായിട്ട് കരുതിയാൽ മതി. ഇത് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക, നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ഫുള്ളായിട്ട് ഇരുന്ന് പറ്റുമ്പോൾ ഒരു കൊല്ലം അതിലിരുന്നോ, ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനിതാ മൊത്തത്തിൽ മൂഞ്ചിതാ എല്ലാത്തിന്റെയും. ആരിലും കണ്ണുകടി ഉണ്ടായിരുന്നു, ആർക്കും ഒന്ന് കണ്ണുകടിയാണത്. കണ്ണുകടിയും ഇതുവല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല. എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ ആർക്കും കാണുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ഇനി അടുത്ത് ഇത് കഴിഞ്ഞ് ഇനി അടുത്ത മുമ്പേരായിരിക്കും. എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. അതിന് ലൈവ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്തതാണടാ. അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത്. ഒരാഴ്ച 2 ആഴ്ച എത്രയാണത്, മിനിമം 1 മാസം പോലും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അതാണ് പറ്റിയത്. ഞാൻ പറയുന്നത് വെച്ചാല് ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ മൊത്തമായിട്ട് ഇനി ആദ്യം തന്നെ പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമ്പോൾ ആദ്യം അതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ക്രിപ്റ്റോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കടയിൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന പോലെയോ ഷെയറുകൾ മേടിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയല്ല ഇത്. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ടെലിഗ്രാമിലാവട്ടെ നമ്മുടെ എക്സ് അക്കൗണ്ടിലൊക്കെ ആവട്ടെ നമ്മൾ ആരെങ്കിലൊക്കെ പരിചയപ്പെട്ടതിന് അവർ നമ്മളിട്ട് നല്ല കമ്പനിയായിട്ട് ചോദിക്കും, ഇങ്ങനെ ക്രിപ്റ്റോയിൽ ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ഡബിളായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ അതിന് താല്പര്യം പറയാറില്ല, കാരണം ഇതിനെക്കുറിച്ച് അറിയില്ല. ഇനി തൊപ്പി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കാതെ ഞാൻ ചെയ്തതാണ്. തൊപ്പിയെ പോലെ ഒരാൾ ഈ പണം എങ്ങനെ ഉണ്ടാക്കാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും അറിയാവുന്ന ഒരാൾ ഒന്നും പഠിക്കാതെ കോടികൾ കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ തോന്നില്ല. ഇതിൽ എനിക്ക് സംശയങ്ങൾ തോന്നിയെന്ന് വെച്ചാൽ ആദ്യം തന്നെ തൊപ്പി എന്ത് ചെയ്ത് തൻ്റെ ഏണിങ്സ് കാണിക്കുകയുണ്ടായിരുന്നു. ഒരു ദിവസം ഇത്ര ഉണ്ടാക്കുന്നുണ്ട്, ഒരു മാസം ഇത്ര ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മുടെ നാട്ടിൽ കുറച്ച് ടാക്സും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. അപ്പം ഇത്രയും എമൗണ്ട് കയ്യിലുള്ള ഒരു വ്യക്തി ഇത്രയും ടാക്സ് അടക്കുന്നതിനേക്കാൾ പകരം അത് ഒന്നും ഇല്ല നഷ്ടമായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടാക്സും കാര്യങ്ങളിലൊക്കെ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സമ്പാദിച്ചു, ആ സമ്പാദ്യം നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതിനനുസരിച്ച് ടാക്സിൽ ഒരു ഇതുണ്ടാകും. അപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തൊപ്പിയുടെ ഇത്രയും എമൗണ്ട് കിട്ടുന്നു, മാസം ഒരാൾ ഒരു 19 ലക്ഷം ഉണ്ടാക്കുന്നു വെച്ചാൽ 4-5 മാസം കൊണ്ട് അവർക്ക് എങ്ങനെ വന്നാലും അതിൻ്റെ ഡബിൾ ഉണ്ടാക്കാൻ പറ്റും, അതിൻ്റെ ട്രിപ്പിൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നൽ ആൾക്കാർക്ക് വരുമ്പോൾ ആ ചർച്ചയിൽ നിന്നും രക്ഷപ്പെടാനാണ് പെട്ടെന്ന് തന്നെ തൊപ്പി ഇതേപോലെ ഞാൻ മൾട്ടി മില്യണർ ആകുമ്പോഴും ഞാൻ ഇങ്ങനെ ക്രിപ്റ്റോയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നത്. ഈ പറയുന്ന നമ്മുടെ ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിന്റെ അടിയിൽ തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊപ്പി ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇത് പോയി, ആ പണം പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് അതിൽ ഒരുത്തൻ നേരത്തെ പ്രവചിക്കുകയുണ്ടായിരുന്നു. അതേപോലെ തന്നെ തൊപ്പി ഇപ്പോൾ വന്നിട്ട് എൻ്റെ കാശൊക്കെ പോയി എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. അതൊന്ന്. മറ്റൊരു സംശയം എനിക്കെന്ന് വെച്ചാൽ ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിരിക്കാം. ഇത് ഒന്നുകിൽ ഏതെങ്കിലും പേജിനെയോ അല്ലെങ്കിൽ ഇതേപോലെ ക്രിപ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി ഇത് കൂടുതൽ ആൾക്കാർക്ക് എനിക്കത് അറിയാമെന്ന് പറഞ്ഞിട്ട് ആളെ പരിചയപ്പെടുത്താനുള്ള ഒരു സ്ക്രിപ്റ്റ് ആണോ തൊപ്പിടാന്ന് ഒരു വലിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തൊപ്പി ഇതേപോലെ എൻ്റെ ഇത്രയും കാശുള്ളൂ, എനിക്ക് പാതിയെങ്കിലും ലഭിച്ചാൽ മതി എന്നൊക്കെയാണ് തൊപ്പി അതിൽ ലൈവ് പറയുന്നത്. അതിൽ തന്നെ തൊപ്പി ചോദിക്കേണ്ടത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു, ബേസിക് ആയ അറിയാവുന്നവരൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഡീപ്പായിട്ട് അറിയുന്നവരെ എനിക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് തൊപ്പി ഈ ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ തൊപ്പി വന്നിട്ട് ഇങ്ങനെ ഒരാൾ വന്നു, എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു, എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, എൻ്റെ കാശ് അവർ തിരിച്ചെടുത്ത് തന്നു എന്നൊക്കെ പറഞ്ഞ് തൊപ്പി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും ഇത് ആരാണ്, മനസ്സിലായില്ല, ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത്ര അറിവുള്ള വ്യക്തി ആരാണ് എന്ന രീതിയിൽ ഇനി തൊപ്പി മറ്റൊരാളെ പരിചയപ്പെടുത്തിയാണ്, ഇയാളാണ് എനിക്കിതൊക്കെ ചെയ്തത്, ഇയാളാണ് എൻ്റെ നഷ്ടപ്പെട്ട കാശ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കൊരു പ്രൊമോഷനാണ്. അപ്പോൾ ഒന്നിയ അയാളൊക്കെ ആയിട്ടുള്ളൊരു പ്രൊമോഷൻ്റെ വീഡിയോ ആയിട്ട് പൈസ ഉണ്ടാക്കുക, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സംശയിക്കാം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മോനെ ഇത് നിൻ്റെ അഭിനയമാണെങ്കിൽ നീ വേറെ വലിയ നടനാണ് എന്ന് പറയേണ്ട പോലെയാണ്. കാരണം ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാട് പേര് ഉന്നയിക്കുന്നുണ്ട്. ഇതേ സംശയം തന്നെ എനിക്കുള്ളൂ. പണം ഒരുപാട് ലഭിക്കുന്നു എന്ന രീതിയിൽ തൊപ്പി കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് ചർച്ച സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ടായിരുന്നു. ആ പണങ്ങളൊക്കെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നും ആ പണങ്ങളൊന്നും തൻ്റെ കയ്യിലില്ല എന്നും അറിയിക്കാൻ വേണ്ടി ഒരുക്കിയ ഒരു നാടകമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. അതേപോലെ തന്നെ തൻ്റെ സ്ക്രിപ്റ്റ് പൊളിയാതിരിക്കാനാണോ എപ്പോഴും വാലായിട്ട് കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ താൻ കൂടെ നിർത്താത്തതെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇനി അവരെ വായന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് തകർന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് തൊപ്പി ഇങ്ങനെ ആരെയും കൂടെ ഇല്ലാണ്ട് ഒറ്റക്ക് ഈ പറഞ്ഞ സ്ട്രീം ചെയ്തെന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഈ വിഷയത്തിൽ എനിക്കുള്ളൂ. എൻ്റെ മാത്രം ഡൗട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, വരും ദിവസങ്ങളിൽ വരും വീഡിയോ ആയിട്ട് കാണാം. ബൈ.